അസ്സലാമു അലൈക്കും ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫുഡ് വീഡിയോ ആണ് ഇടുന്നത്. ഒരു ബനാന മുട്ടമറീൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. കഴിയുന്നതും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നെയ്യ്, 4 മുട്ട, 2 നേന്ത്രപ്പഴം. പഴം ഏതായാലും കുഴപ്പമില്ല, ഇവിടെ നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മൈദ, അരമുറി തേങ്ങ, 2 റോബസ്റ്റ്, കുറച്ച് ഉപ്പ്, പഞ്ചസാര, പാല്, വാനില എസൻസ്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് പാലൊഴിക്കുക. പഞ്ചസാര ആവശ്യത്തിന്, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ ഒരു നുള്ളുപ്പ്, ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ മുട്ട 4 മുട്ടയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 4 മുട്ട, 2 നേന്ത്രപ്പഴം, ഒരു സ്പൂണൊക്കെ വാനില എസൻസ്, ഏലക്കായും ഒരു 3-4 എണ്ണം ഇതും, 4 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ അത് മിക്സിയിൽ നന്നായി അടിക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യാണ് നല്ലത്, ഏത് നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ടിട്ട് അത് തേങ്ങ നല്ല ഫ്രൈ ആകണ, ഒരു ബ്രൗൺ ഷെയ്ഡാവണ വരെ വറുക്കുക. അതിൽ ഏലക്കായ് 3-4 ഏലക്കായ് ഇടുക. ഒരു കുറഞ്ഞ ബ്രൗൺ ഷെയ്ഡ് ആയാലും മതി കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ പാകത്തിന് മതി. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. പിന്നെ എന്നിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യ് കുറച്ച് മതി കേട്ടോ. പിന്നെ ദോശമാവിൻ്റെ ഒരു കട്ടിയിലാണ് ആ ബാറ്റർ വേണ്ടത്. അതേപോലെ ദോശമാവ് ഒഴിക്കണ പോലെ വട്ടത്തിൽ ഒഴിച്ചിട്ട് പകുതി മാത്രം ഫില്ലിങ് നമ്മൾ വെക്കണുള്ളൂ കേട്ടോ. ഈ പകുതി ഫില്ലിങ് വെച്ചിട്ട് പകുതി ഭാഗം അങ്ങോട്ട് മടക്കാനുള്ളതാണ്. പകുതി ഭാഗം നമ്മൾ ഫില്ലിങ് വെക്കൂല. പിന്നെ പഴം ആവശ്യമുണ്ടെങ്കിൽ പഴം വെക്കുക. ഇത് റോബസ്റ്റ് ആണ് കേട്ടോ ഞാനിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിക്കുന്നത്. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് മടക്കുക, ആ ഫില്ലിങ് ഇല്ലാത്ത ഭാഗം ഇങ്ങോട്ട് മടക്കിയിട്ട്. എന്നിട്ട് ഇനി നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ആ ഒരു മടക്കി വെച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാറ്റർ ഒഴിക്കണം. ഒപ്പം തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ ഒട്ടി പിടിക്കൂല. അതിങ്ങനെ ഒട്ടണം. പിന്നെ എന്നിട്ട് ആ ഭാഗത്ത് ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ തിരിച്ച് മടക്കാം. അതുപോലെ തന്നെ ഫില്ലിങ് വെക്കാനുള്ളത് കേട്ടോ. പഴം ആദ്യം, തേങ്ങ, അങ്ങനെ തന്നെ. പിന്നെ അത് ഇപ്പുറത്തെ സൈഡിക്ക് മടക്കുക. അങ്ങനെ നമുക്കൊരു 3-4 ലെയർ അങ്ങനെ മടക്കി കൊണ്ടുവരാം. ഇതിൽ നന്നായി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുള്ളത്, അവിടെ നല്ല ഒട്ടിച്ചിട്ട് മാവൊഴിക്കുമ്പോൾ നല്ല ഒട്ടിച്ചിട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് കുറച്ച് നേരം മൂടിയിട്ട്, അധികം വേവിക്കണം എന്നൊന്നുമില്ല, പെട്ടെന്ന് വേവും. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ബനാന മുട്ടമറിൻ്റെ. സൂപ്പർ.